എല്ലാവരും ഒരുങ്ങിക്കെട്ടിയിട്ടേ ഇന്ന് എവിടേക്കാണ് പോകണമെന്നല്ലേ? ഇന്ന് നമ്മുടെ ആരാധ്യക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ രാവിലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആരാധ്യക്കുട്ടി ആരാന്ന് പറഞ്ഞാലേ എൻ്റെ വല്യമ്മയുടെ മകളുടെ കുട്ടിയാണ്, എൻ്റെ അനിയത്തിയുടെ കുട്ടി. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതുകുറിശിയാണ് കേട്ടോ അവരുടെ വീട് വരുന്നത്. ഞാനുണ്ട്, അമ്മ ഉണ്ട്, രണ്ട് അനിയത്തിമാരുണ്ട്, പിന്നെ അച്ഛനും ഏട്ടന്മാരൊക്കെ ബാക്കിൽ ബൈക്കിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട്. അങ്ങനെ എത്തിയതും കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു, അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാ കിട്ടുന്ന തരത്തിൽ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഓരോ കഷ്ണം കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ മിഠായി കഴിച്ചു. ഇങ്ങനെയുള്ള ഓരോ ഫംഗ്ഷനുകൾ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ ഒരു ബർത്ത്ഡേക്കാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നിച്ച് കൂടിയത്. അങ്ങനെ ദാ എല്ലാവരെയും കണ്ട് സംസാരിച്ചു, കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ദാ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു, നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറി, പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ 2-3 ഫോളോവർ വന്നത്. നമ്മുടെ വീഡിയോസൊക്കെ അവർ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇപ്പം നമ്മൾ എവിടെ പോയാലും ഒരു 2-3 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയാറുണ്ട് കേട്ടോ. ചിത്രശില്പം വ്ളോഗല്ലേ, വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, ആരും നിർത്തി പോവരുതേ. അങ്ങനെ ഇതാ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് എൻ്റെ അനിയത്തിയും ഒന്ന് എൻ്റെ മാമൻ്റെ മോളുമാണ്. അപ്പോൾ അതാ മാമൻ്റെ മോളേനെ ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. അവൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ നാട്ടിൽ വന്നതാണ്. പിന്നെ ഇതാ ഒരു മഞ്ഞ എൻ്റെ വല്യമ്മയുടെ രണ്ടാമത്തെ മോളാണ് അക്ഷര. അങ്ങനെ ഇവർക്ക് ഞാൻ വീഡിയോസ് എടുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു റീൽസ് ഒന്നും മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഇതാ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള വിളി വന്നു, വീട്ടിൽ പോവല്ലേ, സമയമായി, ഇനിയിപ്പോൾ ഇതാ മഴയൊക്കെ വരും, അപ്പോഴേക്കും നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ കാരണവന്മാർ വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ കിട്ടണ വീഡിയോസൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.